എംപിമാരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം നമുക്ക് കടക്കുന്നു എന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ ചില എംപിമാരെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒരു അവസാന വട്ട, അതായത് പിരിഞ്ഞു പോകണമെന്ന് എംപിമാരുടെ പോലീസിന്റെ ആവശ്യം എംപിമാർ ഫലത്തിൽ കേട്ടിരുന്നില്ല. എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ ഭാഗമായി എംപിമാരെ വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ്, വാഹനങ്ങളിലേക്ക് കയറ്റുകയാണ്. ചില എംപിമാർ അതിനെ ശക്തമായി അതിനോടുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അറസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. എംപിമാരെ ഇപ്പോൾ നിലവിൽ ഈ കോൺഗ്രസ് എംപിമാരെ ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിലേക്ക് മാറ്റുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് 3.5 മണിക്കൂറോളം ഡൽഹിയിലെ ഏറ്റവും ഹൈ സെക്യൂരിറ്റി സോണായ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നിരുന്ന എംപിമാരെ, നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെയാണ് മാറ്റുന്നത്. ആദ്യ വാഹനത്തിൽ ഈ വാഹനത്തിൽ തന്നെ നമുക്ക് കാണാം ചില കോൺഗ്രസ് എംപിമാർക്കൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളെയും അണികളെയും ഒക്കെയാണ് ആദ്യ വാഹനത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരെ അവിടെ നീക്കിയതിനു ശേഷമായിരിക്കും എംപിമാരെ ഈ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നത്. ചില എംപിമാരെ കൂടി ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് പോലീസ് കയറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, അങ്ങനെ 2 മുഖ്യമന്ത്രിമാരും ഏതാണ്ട് 80-ലധികം എംപിമാരും ഇവിടെ സത്യാഗ്രഹം, ഇവിടെ ഈ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ ഭാഗമായിരുന്നു. ആ പ്രതിഷേധ സമരം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സമയം കാണുന്നത് ആദ്യം ഈ പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പിന്നീട് എംപിമാരെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അറസ്റ്റിനെ അതേസമയം ചിലയിടങ്ങളിൽ നിന്നും ചെറുക്കുന്നുണ്ട്. ചിലരൊക്കെ എംപിമാരും പ്രവർത്തകരും ഒക്കെ തന്നെ അറസ്റ്റിനെ ചെറുക്കുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. പരമാവധി സഹകരിക്കണമെന്ന സമീപനമാണ് ഇപ്പോൾ RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഡൽഹി പോലീസും അങ്ങനെയാണ് ശ്രമിക്കുന്നത്. അതേസമയം അറസ്റ്റിനോട് വഴങ്ങില്ല എന്ന മുദ്രാവാക്യം വിളികളുമായി ഒരു വിഭാഗം നേതാക്കൾ പോകുന്നുമുണ്ട്. ഇപ്പോൾ കടുത്തൊരു നടപടിയിലേക്ക് പോകാതെ തന്നെ ഇവരെ കൂടുതൽ അടുത്ത ക്യാമ്പിലേക്കായിരിക്കും അവർ പക്ഷേ അറസ്റ്റ് ചെയ്ത് എംപിമാരെ കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കുന്നത്.